ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഞാൻ വിചാരിച്ചത് അതൊരു തേമ പ്രസൻറ്റേഷനിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന്. അപ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ B2 ഒരു 100 കൂടുതൽ തേമകളുണ്ട്. അത് B1 റിലേറ്റഡ് ആണ് കുറേ തേമകളൊക്കെ. നമുക്ക് 100 കൂടുതൽ തേമകളുണ്ട്. അപ്പം ഞാൻ അതിലൊരു സിമ്പിളായിട്ടുള്ള തേമ എടുത്തേക്കുന്നത് ടീം ആർബൈറ്റ്. ഇത് ഭയങ്കര സിമ്പിളാണ്. എന്നാൽ ഇത് വെച്ച് ഒരു സിമ്പിളിൽ നിന്ന് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. ടീം ആർബൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ടീം ആർബൈറ്റ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ തന്നെ ടീം ആർബൈറ്റ്, ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ടീമായിട്ട് വർക്ക് ചെയ്യുക. ഈ ടീം ആർബൈറ്റ് ജർമ്മനിൽ ഭയങ്കര ഒരിതാണ്. പിന്നെ ഫസ്റ്റ് നമ്മളൊരു എക്സ്പ്രഷൻ പറയുമ്പോൾ നമ്മളെന്താ പറയുന്നത്? ഐൻലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ റെഡേമിറ്റൽസ് പറയും, അത് കഴിഞ്ഞിട്ടാണ് ഐൻലൈറ്റിംഗ് പറയുന്നത്. ഐൻലൈറ്റിങ്ങിൽ ഞാനിപ്പോൾ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ടീം ആർബൈറ്റ് ഈസ്റ്റേൺ വെസൻലിഷർ ബെസ്റ്റാൻറ്റൈൽ എർഫോൾഗ്രൈഷൻ സുസാമൻ ആർബൈറ്റ് ഇൻ ഫീലേബറൈഷൻ സീസ് ഇൻ ദർ വിർഷാഫ്റ്റ് ഇൻ ദ വിസൻഷാഫ്റ്റ് ഓർഡർ ഇൻ ടേഗ്ലിഷസ് ലേബർ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് പല സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ടീം ആർബൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. വിർഷാഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിയിൽ യൂസ് ചെയ്യാറുണ്ട്. വിസൻഷാഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സയൻസിൽ യൂസ് ചെയ്യാറുണ്ട്. ടേഗ്ലിഷസ് ലേബർ എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും എന്താ, ടീം ആർബൈറ്റ് നമുക്കൊരു വെസൻലിഷ് എന്ന് വെച്ചാൽ ഭയങ്കര നെസസറി ആയിട്ടുള്ളൊരു തിങ്ങാണ് ടീം ആർബൈറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു നേഴ്സ് ആയിക്കോട്ടെ, എന്താ നമുക്ക് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിലായിക്കോട്ടെ നമുക്ക് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ കാര്യത്തിൽ നമുക്ക് ടീം ആർബൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഐൻലൈറ്റും. പിന്നെ നമുക്ക് 3 മ്യൂഗ്ലിഷ് സ്റ്റേറ്റൻസ് പറയണം. 2 എണ്ണം നമ്മൾ ഇതായിട്ടും പറയണം, ഒരെണ്ണം നമ്മൾ ഗെനൗർ എന്ന് വെച്ചാൽ ഗെനൗർ എക്സ്പ്രഷൻ ചെയ്യണം. എന്ന് വെച്ചാൽ കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയണം. ഫസ്റ്റായിട്ട് ഞാനെടുത്ത മ്യൂഗ്ലിഷ് സ്റ്റേറ്റ് ഷൂളയാണ്. ഷൂളെ എന്ന് വെച്ചാൽ സ്കൂള്. സെക്കൻഡ് വേണമെന്ന് വെച്ചാൽ ഇൻ ദെയർ ആർബൈറ്റ് പ്ലറ്റ്സ്. തേർഡ് എന്ന് വെച്ചാൽ ഫാമിലിയെ. ഈ 3 മ്യൂഗ്ലിഷ് സ്റ്റേറ്റ് ഫസ്റ്റ് രണ്ടെണ്ണം നമുക്ക് എൻവീഡ് ഓർഡർ വെച്ച് പറയാം. എന്ന് വെച്ചാൽ വി ഹാബൻ ഫീലെ മ്യൂഗ്ലിഷ് സ്റ്റേറ്റൻ ഫ്യോ ടീം ആർബൈറ്റ് വി ആർ കോണൻ എൻബിയുടെ ഷൂളെ ഓർഡർ ഇൻ ദർ ആർബൈറ്റ് പ്ലറ്റ്സ് മാഹൻ ഔസർദേം ഹാബൻ വ്യാധി മ്യൂഗ്ലിഷ് സ്റ്റേറ്റൻ ഫാമിലിയെ. ഇങ്ങനെ പറയാൻ നേരത്ത് ഒരു സ്വൈറ്റാലിക്ക് കൊണക്ടോറനും ആകും, എന്താ സെൻറ്റൻസിൻ്റെ ഇച്ചിരി സ്റ്റാൻഡേർഡും ആകും. നമ്മൾ ഏതൊക്കെ മ്യൂഗ്ലിഷ് സ്റ്റേറ്റൻസാണ്, നമ്മൾ ഏതൊക്കെ പോസിബിലിറ്റീസാണ് പറയാൻ പോകുന്നതെന്നും ആകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എൻവീഡർ ഓർഡർ വെച്ചിട്ട് പറയുവാണെങ്കിൽ എന്താ, അത് ഭയങ്കര നല്ലൊരു സെൻറ്റൻസ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 3 മ്യൂഗ്ലിഷ് സ്റ്റേറ്റൻസ്. ഫസ്റ്റ് മ്യൂഗ്ലിഷ് സ്റ്റേറ്റാണ് ഇൻ ദർ ഷൂളെ. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഫോർട്ടൈൽ എന്തെന്ന് വെച്ചാൽ വെൻ വി ആർ സുസാമൻ ലാളൻ കൊന്നൻ വി ആർ ബദാങ്കൻ ക്ലാറിനുണ്ടർ ക്ലാറൻ. നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ നേരത്ത് നമുക്ക് എന്താ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ ക്ലിയർ ചെയ്യുകയും ചെയ്യാം. പിന്നെ ലാംഗ്വൈലിഷ്കായിട്ട് ഉണ്ട് ഐൻസാംഗേറ്റ് റെഡ്യൂസ് ചെയ്യാൻ, എന്താ നമുക്ക് ബോറിങ്ങും ലോൺലിനെസ്സൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹിൽഫറൈ ഷുവർ സ്റ്റുഡിയം എന്താ നമ്മുടെ സ്റ്റഡിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഫീൽ ആൻഡ് ഫ്രാഗ് ആൻഡ് ഡിസ്ക്യൂട്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ 2 നാക്ടൈൽ ഞാൻ കൊടുത്തേക്കുന്നത് കൈനെ ഇൻറ്റിം സ്പെയർ എന്ന് വെച്ചാൽ നമുക്ക് എന്താ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രൈവസി ഉണ്ടാവത്തില്ല. പിന്നെ ഫീൽ എ സൈറ്റ് ഫെർഷ്വൻറ്റും എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ ഇരിക്കാൻ നേരത്ത് എന്താ ഒരുപാട് ടൈം നമുക്ക് നഷ്ടപ്പെടും. ഫെർഷ്വൻറ്റും എന്ന് വെച്ചാൽ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. കാരണം നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പഠിച്ചൊക്കെ വരുമ്പോൾ ഒരു സമയമാവും. അതാണ് ഫീൽ എ സൈറ്റ് ഫെർഷ്വൻറ്റും. വേണമെങ്കിൽ നമുക്ക് കോൺഫ്ലിക്റ്റിന് ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയാം. ഒരുപാട് നാക്ടൈൽസ് ഉണ്ട്, ഒരുപാട് ഫോർട്ടൈൽസ് ഉണ്ട്. ഞാനിപ്പോൾ 4 നാക്ടൈൽസും 4 ഫോർട്ടൈലും 2 നാക്ടൈലും എടുത്തേക്കുന്നത്. സെക്കൻഡ് മ്യൂഗ്ലിഷ് സ്റ്റേറ്റായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഫാമിലിയാണ്. ഫാമിലിക്ക് ഞാൻ 2 ഫോർട്ടൈലും 2 നാക്ടൈലും കൊടുത്തിട്ടുള്ളൂ. കാരണം ഇത് എളുപ്പമാണ്, എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഫസ്റ്റ് വണ്ണം കൊടുത്തേക്കുന്നത് വി ആർ ക്യാൻ ബെസിഹും സ്റ്റാർക്കൻ. ഇപ്പം നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് ഒരുപാട് അടുത്ത് നമ്മളെല്ലാം ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ റിലേഷൻഷിപ്പ് ബെസിഹും എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ്, സ്റ്റാർക്കൻ എന്ന് വെച്ചാൽ അത് ഇമ്പ്രൂവ് ചെയ്യാം. നമ്മുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ സൈറ്റ് മിറ്റ് ഫാമിലിയെ ഗിനീസൻ, നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ടൈം ഗിനീസൻ എന്ന് വെച്ചാൽ ടു എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ടൈം ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ 2 നാക്ടൈൽസ് കൊടുത്തേക്കുന്നത് വെച്ചാൽ മാൻ വെർഡ് അബ്ഹേങ്കിഷ്. നമ്മളിങ്ങനെ നമ്മുടെ പേരൻസുമായിട്ട് ഒരുപാട് ഡിപ്പെൻഡഡ് ആവും, നമുക്കൊരു ഇൻഡിപെൻഡൻസ് ഉണ്ടാകത്തില്ല. പിന്നെ ചാൻസ് ഫോർ കോൺഫ്ലിക്റ്റ്, പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾക്ക് ചാൻസ് ഉണ്ട്. നമ്മൾ 3ാമത് വൈറ്റ് എക്സ്പ്രഷൻ ചെയ്യാനെന്ന് വെച്ചാൽ നമ്മൾ ഗെനോർ എക്സ്പ്രഷൻ ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ 3ാമത് പറയുന്ന മ്യൂഗ്ലിഷ് സ്റ്റേറ്റ് നമ്മൾ ഒരുപാട് പറയണം. ഓക്കെ, അത് അറിയാമല്ലോ, നമ്മൾ ഇച്ചിരി ഫോർട്ടൈൽസ് നാക്ടൈൽസൊക്കെ കൂടുതൽ പറയണം. അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ എസ് മാർക്ക് ചുൻസരെ ആർബൈറ്റ് അൻഫ. എന്താ, നമ്മൾ ആർബൈറ്റ് പ്ലാറ്റ്സിൽ ടീമായിട്ടെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് എന്താ സിമ്പിളാവും. അൻഫ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എസ് ഹെൽപ്ഡ് ആർബൈറ്റ് സ്ട്രെസ്സു ഫെർക്രാഫ്റ്റൻ റെഡ്യൂസ് ചെയ്യാനും ഫെർക്രാഫ്റ്റിനൊക്കെ ഒരുമിച്ചാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആർബൈറ്റ് വർക്കിംഗ് സ്ട്രെസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് ഈ ടീം ആർബൈറ്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ എസ് ഗിഫ്റ്റ് ഉണ്ടർഷീറ്റ്ലിഷ് എർഫാറും. എന്താ നമുക്ക് ഉണ്ടർഷീറ്റ്ലിഷ് എന്ന് വെച്ചാൽ നമുക്ക് എർഫാറും എന്ന് വെച്ചാൽ എന്താ എക്സ്പീരിയൻസ്, നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് തരും. പിന്നെ ഫീലെ ഫ്രോയിൻ്റെ ബെക്കമ്മൻ, നമുക്ക് എന്താ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. അപ്പോൾ നമുക്ക് ഫീലെ ഫ്രോയിൻ്റെ ബെക്കമ്മൻ ചെയ്യാൻ നേരത്തെ നമുക്ക് എന്താ കിട്ടുന്നത്, നമുക്ക് നോയ കുൾട്ടൂർ ഉണ്ടാക്കാൻ ചെയ്യാം. എന്താ ഒരുപാട് സ്റ്റോറീസൊക്കെ അവരുടെ അറിയാൻ പറ്റും.
അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിന് കിട്ടുന്നതിലുള്ള ഫോട്ടോയിൽസും അതിൽ ഉൾപ്പെടുത്താം, കാരണം ഖനാ എക്സ്പ്രഷൻ ചെയ്യുന്ന കാര്യമാണല്ലോ. പിന്നെ 3 നാക്ടൈലും എടുത്തിട്ടുണ്ട്. എൻഷാഡും ബ്രൗൺ സൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും എല്ലാവരുമായിട്ട് ആലോചിക്കുന്നിടത്ത് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. പിന്നെ ചാൻസ് ഫോർ സ്ട്രൈറ്റൻ എന്ന് വെച്ചാൽ വഴക്കുകൾക്കൊക്കെ ചാൻസ് ഉണ്ട്. ഈ 3 നമ്മൾ വർക്കായിട്ട് ആർബൈറ്റ് ചെയ്യുമ്പോൾ എല്ലായിടത്തും വഴക്കുകളുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ മൻഷ്മാൽ ബക്കമൻ ഫർക്കാട്ട് ഇൻഫർമേഷൻ, ചിലപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ലാസ്റ്റ് നമ്മൾ പറയുന്നതാണ് മൈനുങ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഒപ്പീനിയൻ. അപ്പോൾ ഞാനിവിടെ ഒപ്പീനിയൻ കൊടുത്തേക്കുന്ന ഇഷ് ബിൻ ദർ ആൻസിസ്റ്റേഴ്സ് ഗുഡ് ടീം ആർബൈറ്റ് നിഷ്ണു ദി പ്രൊഡക്ടിവിറ്റി അറ്റ് ഫോർഡേറ്റ്സ് ഉണ്ട് നൗ ദ സ്വെട്രാവൺ വിത്ത് ദി കമ്മ്യൂണിക്കേഷൻ സൊല്യൂഷൻ ദെൻ ബെറ്റൈലിക്ടൺ എന്ന് വെച്ചാൽ എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എന്താ, ടീം ആർബൈറ്റ് എന്താ നോട്ട് ഓൺലി പ്രൊമോട്ടിങ് പ്രൊഡക്ടിവിറ്റീസ് ബട്ട് ഓൾസോ എന്താ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, ട്രസ്റ്റും കമ്മ്യൂണിക്കേഷനൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. പിന്നെ ട്രോട്സ് ദർ ക്ലസ്റ്റൻ സിറ്റുവേഷൻ കണ്ണൻ ടീം ആർബൈറ്റ് അതിനെ ബെസറെ ആർബൈറ്റ് ലൈസൺ. അപ്പോൾ എന്താ, ഡിസ്പൈറ്റ് ഓഫ് ദ ബാഡ് സിറ്റുവേഷൻ വി ഗെറ്റ്, നമുക്ക് എന്താ ഡിസ്പൈറ്റ് ഓഫ് ദ ബാഡ് സിറ്റുവേഷൻ നമുക്ക് ഈ ടീം ആർബൈറ്റിലൂടെ നല്ലൊരു വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ ട്രോട്സ് ഇപ്പോൾ നിങ്ങൾ മേളത്തെ സെൻറ്റൻസ് എടുത്തില്ലെങ്കിലും ട്രോട്സ് ദർ ക്ലസ്റ്റൻ സിറ്റുവേഷൻ കണ്ണൻ ടീം ആർബൈറ്റ് അതിനെ ബെസറെ ആർബൈറ്റ് ലാസ്റ്റ് എന്ന് വെച്ചാൽ എന്നാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെൻറ്റൻസാണ്. ട്രോട്സ് എന്ന് വെച്ചാൽ ഒരു ഗെനറ്റീവ് പ്രപ്പോസിഷനാണ്. ആരും അങ്ങനെ ഗെനറ്റീവ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ട്രോട്സ് എന്ന് വെച്ചാൽ ഗെനറ്റീവ് പ്രപ്പോസിഷൻസിൽ ഏറ്റവും നല്ലൊരു ഗെനറ്റീവ് പ്രപ്പോസിഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടീം ആർബൈറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഒരു ടീമായിട്ട് ആർബൈറ്റ് ചെയ്യുന്നതിന് അതിനുള്ള പോസിറ്റീവ്സ് നെഗറ്റീവ്സ് മ്യൂഗ്ലിഷ് കൈറ്റൻസ് മൈനിങ് ഒക്കെ ഞാൻ എന്ന് വെച്ചാൽ ഫോട്ടോസൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.